ഒന്ന് സാറേ ഞാനല്ല. കുഞ്ഞാപ്പു. എന്നിട്ട് എവിടാ അവൻ? കുഞ്ഞാപ്പു. കുഞ്ഞാപ്പുവിനെ എവിടാ കുഞ്ഞാപ്പു? കുഞ്ഞാപ്പു ഞാനിവിടെ ഉണ്ട്. ഇറങ്ങി വേണോ? നീ ഫിലിം പെട്ടി തട്ടിയെടുത്തോണ്ടോ അല്ലടാ? ആരാ നീ? കുഞ്ഞാപ്പു, മലപ്പുറം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി. സാറേ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. പെരുവഴിയിൽ വണ്ടി തടഞ്ഞ് ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഞങ്ങളുടെ പക്ഷേയില്ല. മിണ്ടരുത് നീ. വകുപ്പ് ഏതൊക്കെയാണെന്ന് നിനക്കറിയാമോ? കൊലപാതക ശ്രമം, മോഷണം, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, IPC 307, 379, 141, 12 വർഷം കിടക്കുമോ അറിയാം. സാർ ഇത്രയും വകുപ്പുകളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള വകുപ്പും കൂടെ കേട്ടിട്ട് നൂൺ ഷോ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തോ? നൂൺ ഷോ കഴിഞ്ഞിട്ടോ? അതെന്താ? നല്ല ഇടിവെട്ട് പടമാണ് സാർ. ആൾ ബഹളത്തിലിരുന്ന് കണ്ടാലേ ഒരു ത്രില്ലുള്ളൂ. ഇനി പ്രശ്നത്തിലേക്ക് കടക്കാം. സാറേ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. DCR ഞങ്ങളുടെ കയ്യിലുണ്ട്. DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. തൊമ്മനും മക്കളും 28 ലക്ഷം, മായാവി 29 ലക്ഷം, പ്രജാപതി 26 ലക്ഷം, നസ്രാണി 23 ലക്ഷം, ഒരേ കടൽ 14 ലക്ഷം, കഥ പറയുമ്പോൾ 32 ലക്ഷം. എന്നിട്ടോ ഈ കളക്ഷൻ കിട്ടിയ തിയേറ്ററുകൾ നിലനിൽക്കെ തന്നെ എടവണ്ണപ്പാറയും മണ്ണാർക്കാടും സിനിമകൾ റിലീസ് ചെയ്തു. ഞങ്ങൾ ക്ഷമിച്ചു. ഇന്നിവിടെ 14 സിക്സ് ഷീറ്റ് ഒട്ടിക്കേണ്ട സ്ഥലത്ത് 60 സിക്സ് ഷീറ്റും 16 ഫ്ലക്സുമാണ് ഞങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ തിയേറ്റർ പടിക്ക് വരെ ഞങ്ങൾ വിധാനിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വിധാനിക്കലല്ല. 16 കൊലവാഴയാണ് സാറേ തീ വിലയ്ക്ക് വാങ്ങിച്ച് നട്ടിരിക്കുന്നത്. കൊലവാഴയ്ക്ക് ഒന്നിന് 500 രൂപ വെച്ച് സാറൊന്ന് കണക്കൂട്ടി നോക്കിക്കേ. അത് സ്പോൺസർ ചെയ്ത കോഴിക്കോട് സിൽക്ക് പാർക്കിന്റെ ഉടമസ്ഥനോട് ഞങ്ങൾ എന്ത് മറുപടി പറയും സാർ? കൊലവാഴയ്ക്ക് മറുപടി പറയാനല്ല ഞാൻ വന്നത്. മറുപടി പറയണം സാറേ. കൊലവാഴക്കാരോടൊന്നല്ല, ഈ ശിങ്കാരിമേളക്കാരോടും പൂക്കാവടിക്കാരോടും മറുപടി പറയണം ഞങ്ങൾ. അല്ല, എനിക്ക് മനസ്സിലാവുന്നിട്ട് ചോദിക്കുക. ഈ കൊലവാഴയും പൂക്കാവടിയൊക്കെ അവിടെ നിൽക്കട്ടെ. മലപ്പുറം പത്മ തിയേറ്ററിലേക്ക് മദ്രാസിൽ നിന്നുകൊണ്ടുവന്ന ഫിലിം പെട്ടി ഗുണ്ടായസം കാണിച്ച് തട്ടിയെടുത്തതിന് ആര് സമാധാനം പറയും? ആര് പറയണം? നീ എന്തോന്നാ കുഞ്ഞാപ്പു ഈ പറയുന്നത്? CI സാർ പറഞ്ഞിരിക്കുന്നത് നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിട്ട് മൂപ്പരെ വിളിക്കാനാ. മാറി വന്ന ജോർജ് സാർ ആരാണെന്ന് അറിയാമോ നിനക്ക്? CI ആണെന്നല്ലേ സാറ് പറഞ്ഞു? നീയൊക്കെ അഴിയണം. സാർ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? സാറേ, ഒരാഴ്ചയായിട്ട് ഈ മഞ്ചേരി നഗരം ആ നഗരത്തിലെ മതിലുകൾ മുഴുവൻ അടുത്ത ആഴ്ച മുതൽ ദേവകി സിനിമാക്സിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ അഭിനയിക്കുന്ന 1 വേ ടിക്കറ്റ് ദിവസേന 4 കളികളെന്ന് എഴുതി ഒട്ടിച്ച് സാറ് കണ്ടതല്ലേ? ചിലപ്പോ കണ്ടെന്നിരിക്കും. ചിലപ്പോഴല്ല, സാറ് കണ്ടു. സാറ് മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവൻ കണ്ണു തുറന്ന് കണ്ടു. ആ സുദിനം വരാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോൾ ഈ സിനിമ ഇവിടെ കളിക്കാതെ, ഇവിടെ റിലീസ് ചെയ്യാതെ മലപ്പുറം പത്മ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ സാർ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. മെനക്കെടുത്താതെ പൂക്കാവടിയും ചിങ്കാരികളും ഒക്കെ നിർത്തിയിട്ട് വന്ന് ജീപ്പിലോട്ട് കയറ്. സാറേ, ഇന്ന് നൂൺ ഷോ കഴിയട്ടെ. നൂൺ ഷോ കഴിഞ്ഞ് ആവനാഴി സിനിമയിൽ ക്യാപ്റ്റൻ രാജു സാറിനെ മമ്മൂക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ സാറിന് ഞങ്ങളെ കൊണ്ടുപോകാം. അല്ല, ആവനാഴിയില് മമ്മൂട്ടി ക്യാപ്റ്റൻ രാജുവിനെ അറസ്റ്റ് ചെയ്തില്ല, വെടിവെച്ചു അല്ലേ? അയ്യോ, അത് ലാസ്റ്റ് അവസാനം. അതിനുമുമ്പ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സാർ ഓർക്കാഞ്ഞിട്ടാ. അതുവരെ സാർ അവിടെ വന്ന് ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്നവന്മാരെ അറസ്റ്റ് ചെയ്ത് ക്യൂയിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന നാട്ടുകാരെ ശല്യം ചെയ്യുന്നവന്മാരെ 2 പൂശും പൂശി ഒന്ന് റിലാക്സ് ചെയ്യും. ഷോ കഴിഞ്ഞ് നമുക്ക് തിയേറ്ററിൽ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഇനി സെൻട്രൽ ജയിലിലേക്ക് പോകണോ? അതിനും റെഡി. പക്ഷെ അതിനു മുമ്പ് സാറല്ല, CI സാറല്ല, IG വന്നാലും ഞങ്ങളുടെ പ്രവർത്തകരിൽ ഒരാളെ പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ന്യായം ഞങ്ങളുടെ ഭാഗത്താണ്. അത് ശരി. അപ്പൊ അതാണ് ഉറച്ച തീരുമാനം അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ ഒരു ടിക്കറ്റ് മാറ്റി വെച്ചേക്ക്. ഇത് താണ്ട പോലീസ്. എന്നാ പിന്നെ കുഞ്ഞാപ്പു നോക്കുവല്ലേ? സീസർ വന്നു. കുഞ്ഞാപ്പു, ഞാനാണ് സാർ. എന്തൊക്കെയുണ്ട് കുഞ്ഞാപ്പു വിശേഷങ്ങൾ? ഇരിക്കടോ.
വേണ്ട സാർ ആ, ഞങ്ങൾ നിന്നോളാം ഇരിക്കിടൂ. വേണ്ട എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടവാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. പിന്നെ ഫാമിലി ഇറങ്ങണം, എന്നാലേ ലോങ് റൺ കിട്ടും. സാറേ ഞങ്ങൾ ഫാൻസുകാർ പറയാണെന്ന് വിചാരിക്കണ്ട. സെക്കൻഡ് ഹാഫിൽ ഒരു 4 സീനുണ്ട്. അറിഞ്ഞു പിടിച്ചിരിക്കല്ലയോ മമ്മൂട്ടി സാറ്. ആ, മലപ്പുറം പത്മയിൽ ഇപ്പൊ ഏത് പടാ കളിക്കുന്നേ? വല്ല തമിഴ് പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവും അല്ലേ? പിന്നല്ലാണ്ട്. ആക്ച്വലി അവിടെ കളിക്കുന്ന പടം ഹോൾഡ് ഓവർ ആയി. 3 ദിവസമായി ഓൾഡ് ഓവർ ആയിട്ട്. ദൈവത്തിനാണ് സത്യം. അയ്യോ, ദൈവം പോലും തന്നോട് ക്ഷമിക്കത്തില്ല സാറേ. കഥാദാരിദ്ര്യമുള്ള ഈ കാലത്ത് കഥാപ്രാധാന്യമുള്ള ഒരു സിനിമ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്. സാറിനറിയോ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. 9 മക്കളും 28 ലക്ഷം, മായാവി 29 ലക്ഷം, പ്രജാപതി 26 ലക്ഷം, നസ്രാണി 23 ലക്ഷം, ഒരേ കടൽ 14 ലക്ഷം, കഥ പറയുമ്പോൾ 32 ലക്ഷം. DCR ഞങ്ങളുടെ കയ്യിലുണ്ട്. DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. സദാശിവ ചേട്ടാ വിളിക്കുന്നു, ഞങ്ങളുടെ ആളാണ്. ഇവന്മാരുടെ ചാർജ് ഷീറ്റ് എഴുതിയോ? സാറ് വന്നിട്ട് ആലോചിച്ചു. സാറ് വന്നിട്ടുണ്ടാക്കാൻ ഇവന്മാരാരെ ഇവിടുത്തെ സംബന്ധക്കാരാ? തൂക്കിയെടുത്ത് തെല്ലി കേട്ടോ എല്ലാത്തിനും. ജീപ്പ് ചേസ് ചെയ്ത് ഫിലിം വെട്ടി പിടിക്കാൻ നീയൊക്കെ ആരടാ? ജെയിംസ് കൊണ്ടുകളോ? അതൊക്കെ സിനിമയില്. ഒരെണ്ണത്തിനും ഞാൻ വെറുതെ വിടില്ല. അഴിയണ്ണി കിടക്കും. 1-2 മാസമല്ല, കുറഞ്ഞത് 3 വർഷങ്ങൾ നീയൊക്കെ അകത്ത് കിടന്നാലേ പഠിക്കൂ. ചേട്ടാ മാറ്റിനിക്ക് ടൈമായി. സെക്ഷൻ 141 307 379 ചാർജ് ഷീറ്റ് എഴുതിക്കോ. ഒരുത്തനും ഒരു നിലയ്ക്കും ജാമ്യം കിട്ടരുത്. ശരി സാർ. ആ